ഇപ്പോൾ സീമ വിനീതും നിഷാന്തും വീണ്ടും ഒരുമിക്കുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീമ വിനീത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അറിയപ്പെടുന്ന ഒരു സിനി മേക്കപ്പ് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറും ഇങ്ങനെയൊക്കെ പല റോളിലൊക്കെ ആയിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സീമ വിനീത്. മാത്രവുമല്ല ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതുമായിട്ടുള്ളൊരു ട്രാൻസ്ജെൻഡർ കൂടിയാണ് സീമ. അപ്പോൾ ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സീമയും നിഷാന്തും പിരിയുന്ന വാർത്തകളൊക്കെ ആയിരുന്നു ധാരാളം വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ചില തല്ലുകൂട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങൾക്ക് രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത്. അത്രയധികം നമ്മൾ പറയില്ലേ, അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് വെക്കപ്പെട്ട ബന്ധമാണ് രണ്ടുപേരുടെ. അപ്പോൾ അത്രയും പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്ന സീമ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇനി നിഷാന്തുമായിട്ടും ഒരുമിച്ച് പോകാൻ സാധിക്കില്ല, ഒന്നിച്ചൊരു ജീവിതം ബുദ്ധിമുട്ടാണെന്നും താൻ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്നൊക്കെ പല കാര്യങ്ങൾ ആ പിരിയാൻ ഉള്ള കാരണങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ചിരുന്നു. അതിലൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം വേണ്ടായിരുന്നു, എടുത്തുചാട്ടമായി പോയി എന്നുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്. കാരണം അത് നമ്മൾ എന്ത് കാര്യവും വളരെയധികം ആലോചിച്ച് നമ്മൾ കിട്ടുന്ന എന്തും കൊണ്ടത് സോഷ്യൽ മീഡിയയിലിട്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കാതെ നമുക്ക് കുറച്ച് ചിന്തിച്ച്, അതെന്റെ സുഹൃത്തുക്കളായാലും പറയുന്നുണ്ട്, കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ള പോലെ ചെറിയ ഒരു അങ്ങോട്ട് എന്താ പറയാ, നമ്മൾ സ്വര ചേർച്ചയില്ലായ്മകളും അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്ത ഒരാളാണ്. അതെനിക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടും തോന്നാറുണ്ട്, ചിലപ്പോൾ നല്ലതായിട്ടും തോന്നാറുണ്ട്. കാര്യങ്ങളും സിറ്റുവേഷൻസും മനസ്സിലാക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഓവറായിട്ട് പ്രതികരിക്കുന്നതും അത്ര നല്ല കാര്യമല്ല എന്ന് ചില സമയങ്ങൾ. നിഷാന്തിൽ നിന്നും യാതൊരു പരിഗണനയും റെസ്പെക്റ്റും ഒന്നും കിട്ടുന്നില്ല. ആത്മഹത്യ ചെയ്യാനുള്ള ഭയം കൊണ്ടാണ് ഇങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ കുറിപ്പിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും ഒരുപാട് പേർക്ക് സീമയോട് വന്നിട്ട് വളരെ ഒരു സിമ്പതിയൊക്കെ തോന്നാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിനു മുമ്പും സീമ ഇതുപോലെ പല കുറിപ്പുകളും ഇടാറുണ്ട്, പിന്നീട് അത് ഡിലീറ്റ് ചെയ്തും കളയാറുണ്ട്. അപ്പോൾ ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ആ കുറിപ്പും സീമ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഉണ്ടായത്. ആഗ്രഹമുള്ളതാണ്, നമ്മളത് സമ്മതിച്ച കാര്യമാണ്. ഡേറ്റും ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്, ജൂലൈയിലാണ് മാരേജ്. അതുപോലെ ചെറിയ ഒരു അങ്ങോട്ട് എന്താ പറയാ, നമ്മൾ സ്വര ചേർച്ചയില്ലായ്മകളും അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്ത ഒരാളാണ്. അതെനിക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടും തോന്നാറുണ്ട്, ചിലപ്പോൾ നല്ലതായിട്ടും തോന്നാറുണ്ട്. കാര്യങ്ങളും സിറ്റുവേഷൻസും മനസ്സിലാക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഓവറായിട്ട് പ്രതികരിക്കുന്നതും അത്ര നല്ല കാര്യമല്ല എന്ന് ചില തല്ലുകൂട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങൾക്ക് രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത്. അത്രയധികം നമ്മൾ പറയില്ലേ, അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് വെക്കപ്പെട്ട ബന്ധമാണ് രണ്ടുപേരുടെ. എനിക്ക് ചെറുതായിട്ടൊരു എടുത്തുചാട്ടമുണ്ട്, പുള്ളിക്കാരനും ചെറിയൊരു എടുത്തുചാട്ടമുണ്ട്. അപ്പോൾ നമ്മള് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടമായി പോയി എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വിത്തിൻ ഹവേഴ്സ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ, നമ്മൾ എന്ത് കാര്യം, നമ്മളിപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും അത് ഒരു 2 മിനിറ്റ് നമ്മൾ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ആ ഒരു മൊമെന്റിന് നമുക്ക് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ആൾക്കാരില്ലാത്തടത്തോളം കാര്യം നമ്മളെ എന്താ പറയുക. അപ്പോൾ സീമയെ ഇഷ്ടപ്പെടുന്ന ധാരാളം പേർക്ക് ഇതൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടതോടെ സ്വാഭാവികമായിട്ടും സീമയോട് ഒരു നീരസം തോന്നാൻ തുടങ്ങി. സീമയിലുള്ള വിശ്വാസവും നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. കാരണം ആളുകളെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ടും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചെറിയൊരു വഴക്കവും സൗന്ദര്യ പിണക്കവും ഒക്കെ ആയിരിക്കും, അതൊക്കെ ഇങ്ങനെ ഒരു വലിയ കാര്യമായിട്ട് ഓരോന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ വന്ന് ഇതുപോലെ പോസ്റ്റ് ചെയ്യുക, പിന്നെ അത് വിഡ്രോ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഈ തുടരെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഫോളോവേഴ്സിന് ഇപ്പോൾ ഒരു നീരസം തോന്നാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ധാരാളം പേര് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സീമ. പറഞ്ഞ പോലെ എനിക്ക് ചെറുതായിട്ടൊരു എടുത്തുചാട്ടമുണ്ട്, പുള്ളിക്കാരനും ചെറിയൊരു എടുത്തുചാട്ടമുണ്ട്. അപ്പോൾ
കഴിഞ്ഞ നമ്മൾ പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടമായി പോയി എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വിത്തിൻ ഹവേഴ്സ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ, നമ്മൾ എന്ത് കാര്യം, നമ്മളിപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും അത് ഒരു 2 മിനിറ്റ് നമ്മൾ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ആ ഒരു മൊമെന്റിന് നമുക്ക് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ആൾക്കാരില്ലാത്തടത്തോളം കാലം നമ്മളെ എന്താ പറയുക, നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, നമുക്കൊന്ന് ഇരുന്ന് പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ടാവണം. പക്ഷെ എനിക്കങ്ങനെ വളരെയധികം ക്ലോസ്ഡ് ആയിട്ടുള്ള അങ്ങനെ പറഞ്ഞു തരാനുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇതിങ്ങനെ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം ചെയ്യാൻ, അങ്ങനെയില്ല. ഞാനാണ് എനിക്കുള്ള തീരുമാനങ്ങളൊക്കെ ഇന്നുവരെ ഞാനാണ് എടുത്ത് തെറ്റി പോകാറുണ്ട്. പക്ഷെ ചില എടുത്ത തീരുമാനങ്ങൾ എനിക്ക് വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ചില വ്യക്തിബന്ധങ്ങളിലായാലും അല്ലെങ്കിൽ എൻ്റെ വേറുള്ള കാര്യങ്ങളായാലും എനിക്കിങ്ങനെ തോന്നാറുണ്ട്, അത് വേണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മളൊന്ന് അവരുടെ തെറ്റുകൾ ചിലപ്പോൾ നമ്മൾ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഷോർട്ട് പീരീഡാണ്. കുറച്ച് വർഷങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കൂടി നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയിൽ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, നമ്മൾ വേറെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പം നമുക്ക് പോകാൻ പറ്റും, നമുക്കൊന്ന് 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ നമുക്ക് പരസ്പരം തെറ്റുകൾ ക്ഷമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട്. പിന്നെ പലരും കമൻസിലൊക്കെ പറയുന്നത് ഈ വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഓരോന്നും വന്നിട്ട് ഇങ്ങനെ പേഴ്സണൽ ലൈഫിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും. അതിന് ഇതുപോലെ കമൻസൊക്കെ നെഗറ്റീവായിട്ടൊക്കെ വരും. അതൊക്കെ തരണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇതുപോലെ വന്ന് പബ്ലിക്കുമായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ ഇതുപോലെയൊക്കെ ഓരോന്ന് വരുമ്പോഴേക്കും 2 പേരും ഇരുന്ന് സംസാരിച്ചു, അത് പ്രൈവറ്റായിട്ട് തന്നെ തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്ത് ഇത് പുറത്ത് വരാതെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്നാണ്. പിന്നെ സീമ ഒരുപാട് പറയുന്നുണ്ട്, ഈ ഗൈഡൻസ് ചെയ്യാനായിട്ട് ആളുകളൊന്നും ഇല്ല, പിന്നെ പെട്ടെന്ന് എടുത്ത് ചാടി ഓരോന്നൊക്കെ ചെയ്യുന്ന പ്രകൃതക്കാരാണ് ഇവർ 2 പേരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗൈഡൻസ് ചെയ്യാനിപ്പോൾ സീമയ്ക്ക് ധാരാളം ആളുകളെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ഈ കമൻസിലൊക്കെ വന്നിട്ട്, വീഡിയോയുടെ താഴെ കമൻസിലൊക്കെ വന്നിട്ട് അഡ്വൈസും കാര്യങ്ങളും ഒക്കെ അവർ തന്നെ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഇവർ തമ്മിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പേരിലോ ഇങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടായി. അവർ അത് തെറ്റ് മനസ്സിലാക്കിയിട്ട് തിരുത്തുകയും ചെയ്തു. പിന്നെ ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചു. അത് അവരുടെ ജീവിതം, അവരുടെ താല്പര്യം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇനിയെങ്കിലും ഈ എടുത്തുചാട്ടവും ഒക്കെ ഒഴിവാക്കി ക്ഷമയോടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും സംസാരിച്ച് തീർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും നല്ലൊരു ജീവിതം ഇനിയെങ്കിലും ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യത്തിനെ കുറിച്ചിട്ടും ഈ വിവാഹ ദാമ്പത്യ ജീവിതം ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ, നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ തലത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ധാരാളം കണ്ടുവരുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, എല്ലാ കണ്ണുകളിലും അവരിലേക്ക് തന്നെ ആയിരിക്കും. സാധാരണക്കാരെക്കാളും കൂടുതൽ അവർ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.